അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജാമിയ മദീനത്തുന്നൂർ ലൈഫ് ഫെസ്റ്റിവലായ റെൻഡിവ്യൂവിന്റെ സിൽവർ എഡിഷൻ ഈ വരുന്ന ഒക്ടോബർ 2, 3, 4, 5 തീയതികളിലായി നടക്കുകയാണ്. ഫെസ്റ്റിവലിന്റെ വിഷ്വൽ ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്ത ഡിസൈനർ അനസ് അബ്ദുൽ നാസർ ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അനസ് അബ്ദുൽ നാസർ, ഒരു ഫെസ്റ്റിവലിന്റെ വിഷ്വൽ ഐഡന്റിറ്റി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ ഇപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മുടെ റെൻഡിവ്യൂ ലൈഫ് ഫെസ്റ്റിവലിന്റെ വിഷ്വൽ എലമെന്റുകളെ മൊത്തം ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്റം, അതിനെ മൊത്തം മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് വേണമെന്നുണ്ടെങ്കിൽ വിഷ്വൽ ഐഡന്റിറ്റിയെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇത് നമ്മൾ ഈ ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണോ കാണുന്നത്, അഥവാ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള എല്ലാ എലമെന്റുകളെയും എൻകംപാസ് ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി സിസ്റ്റം ആണ് ഇതിലൂടെ നമ്മൾ രൂപപ്പെടുത്തുന്നത്. ഒരു വിഷ്വൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ ഡിജിറ്റൽ അല്ലെങ്കിൽ പ്രിന്റ് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഒരു ലോഗോ എന്നുള്ള സെൻസിൽ മാത്രമാണ് മനസ്സിലാക്കാറുള്ളത്. ഒരു വിഷ്വൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണ്. ഇതിന്റെ മൊത്തത്തിലുള്ള ലുക്ക് ആൻഡ് ഫീലിനെ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിട്ടാണ് വിഷ്വൽ ഐഡന്റിറ്റിയെ നമ്മൾ രൂപപ്പെടുത്തുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ് താങ്കൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇത്ര എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചത്? അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയായിരുന്നു? ഏറ്റവും പ്രധാനമായിട്ട് 3 സ്റ്റേജുകളാണ് ഇതിന്റെ ഡിസൈൻ പ്രോസസ്സിൽ ഉണ്ടാവുക. 1 റിസർച്ച്, 2 കൺസെപ്ച്വലൈസേഷൻ, 3 ആക്ച്വൽ ഡിസൈൻ സ്റ്റേജ്. റിസർച്ചിൽ ഈ ഫെസ്റ്റിവലിന്റെ കോർ ഐഡിയകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും. എന്തൊക്കെയാണ് ഈ ഫെസ്റ്റിവലിന്റെ വാല്യൂസ്, ഈ ഫെസ്റ്റിവലിന്റെ പർപ്പസ് എന്താണ്, ഈ ഫെസ്റ്റിവല് ലക്ഷ്യം വെക്കുന്നത് എന്താണ്, ഈ ഫെസ്റ്റിവലിന്റെ ഓഡിയൻസ് ആരൊക്കെയാണ്, ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്. ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ഫെസ്റ്റിവലിന്റെ ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഐഡിയകളെ നമ്മൾ ഡീകൺസ്ട്രക്ട് ചെയ്യുകയും അതിലൂടെ ഈ ഒരു ഡിസൈനിനുള്ള ബേസ് നമ്മൾ ബിൽഡ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തത് കൺസെപ്ച്വലൈസേഷൻ ആണ്. കൺസെപ്ച്വലൈസേഷൻ സ്റ്റേജിൽ നേരത്തെ റിസർച്ച് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബേസിൽ നമ്മൾ കൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്യും. എങ്ങനെ നമുക്ക് ഈ ഒരു ആശയങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ ഇതിന് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ജീവൻ കൊടുക്കാം എന്ന് നമ്മൾ ആലോചിക്കും. ഇത് യൂഷ്വലി പെന്നും പേപ്പറും വെച്ചിട്ട് ചെയ്യുന്നതാണ്, നമ്മുടെ മൈൻഡിൽ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത്തരത്തിലുള്ള ഒരു കൺസെപ്ച്വലൈസേഷൻ പ്രോസസ്സ് കഴിയുമ്പോഴേക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് തരത്തിലാണ് ഇതിന്റെ ഡിസൈൻ ഡയറക്ഷന് നീങ്ങേണ്ടത് എന്ന്. പിന്നെയാണ് ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള ഡിസൈനിലേക്ക് എത്തുക. ഡിസൈനിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ഇതുവരെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് അതിനെയൊക്കെ ടാൻജിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള ഡിസൈൻഡ് എലമെന്റുകളിലേക്ക് നമ്മൾ മാറ്റും. ഇതിൽ യൂഷ്വലി ലോഗോസ് ഉണ്ടാകും, അതുപോലെ കളേഴ്സ് ഉണ്ടാകും, അതുപോലെ ടൈപ്പോഗ്രഫി ഉണ്ടാകും, അതുപോലെ അലൈൻമെന്റ്, ലേഔട്ട്, ഇതിനൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. ഇമേജറി ഫോട്ടോഗ്രാഫി എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാകും. അതുപോലെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ ഇത് ഏതൊക്കെ തരത്തിൽ വരണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകൾ കൂടെ ഉണ്ടാകും. ഇതൊക്കെയാണ് ഇതിന്റെ പിറകിൽ നടക്കുന്ന പ്രോസസ്സുകൾ. ഐഡന്റിറ്റിയിലേക്ക് വരുമ്പോൾ റെൻഡിവ്യൂ സിൽവർ എഡിഷന് എങ്ങനെയാണ് ഈ ഐഡന്റിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇതിലുള്ള ലോഗോ എന്തിനാണ് അർത്ഥമാക്കുന്നത്? നിങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു കളർ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഗ്രേഡിയൻ ടൈപ്പാണ്. എന്തിനാണ് ഈ നിറങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്? ഈ വർഷത്തെ റെൻഡിവ്യൂവിന്റെ തീമായിട്ടുള്ള ട്രാൻസെൻഡിങ് ദ ഇല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ഐഡന്റിറ്റി നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ട്രാൻസെൻഡിങ് ദ ഇല്യൂഷൻ എന്നുള്ളതിന്റെ ഒരു കോർ ഐഡിയ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ അതിലുള്ള റിയാലിറ്റി എന്നുള്ളൊരു ഐഡിയനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പല കാര്യങ്ങളും ഒരു ഇല്യൂഷനാണ്, നമ്മൾ അത് റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കും, പക്ഷെ യഥാർത്ഥത്തിൽ അതാവില്ല റിയാലിറ്റി. അങ്ങനെയുള്ള ഇല്യൂഷൻസിനെ മറികടക്കുക എന്നുള്ളൊരു ഐഡിയയാണ് ഈ ഒരു വർഷത്തെ റെൻഡിവ്യൂ ചർച്ച ചെയ്യുന്നത്. അപ്പോ ഇതിലേക്ക് എങ്ങനെ നമ്മുടെ വിഷ്വൽ ഐഡന്റിറ്റിയെ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ള ആലോചനകളിൽ നിന്നാണ് ഈ ഒരു ഐഡന്റിറ്റി പിറന്നിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഈ ലോഗോ എങ്ങനെ നിർമ്മിച്ചു എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം തന്നെ ഇല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഐഡിയനെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം എന്നുള്ളതാണ് ആലോചിച്ചത്. ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഒക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മളിങ്ങനെ കാണുമ്പോൾ ഇത് മൂവ് ചെയ്യുന്നത് പോലെ തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള പിക്ചർ ആയിരിക്കും. അപ്പോ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൺസെപ്റ്റുകളെ കുറിച്ച് ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് അവസാനം എത്തിച്ചേർന്നത് ഇത്തരത്തില് ഇല്യൂഷൻ എന്നുള്ള ഒരു ഐഡിയനെ പ്രതിനിധീകരിക്കാം എന്ന നിലയിലേക്കാണ്. അപ്പൊ ലോഗോ
എടുത്തു നോക്കുമ്പം 25 എലമെന്റുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള അതിനെ നിർമ്മിച്ചിട്ടുള്ളത്. അത് ഈ റെൻഡിവ്യൂ സിൽവർ എഡിഷൻ അഥവാ 25ാം എഡിഷനെ ആണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. രണ്ടാമത് ഈ ലോഗോയെ ക്രമീകരിച്ചിട്ടുള്ള ഒരു ശൈലി ഒരു കൈൻഡ് ഓഫ് ഒപ്റ്റിക്കൽ ഇല്യൂഷനെ പ്രദാനം ചെയ്യുന്നതാണ്. ഇൻ ദ സെൻസ് നമ്മൾ അതിലേക്ക് ആ ലോഗോയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ ലോഗോ ഇങ്ങനെ ചലിക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ അത് ചലിക്കുന്നില്ല. അതുപോലെ തന്നെ വ്യത്യസ്ത സൂം ലെവലുകളിൽ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് അതിനെ നോക്കുമ്പോൾ വ്യത്യസ്ത തരങ്ങളിലുള്ള ഷേപ്പുകളെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ ഒരൊറ്റ ഷേപ്പ് മാത്രമേ അതിനുള്ളൂ. ആ ഒരു ഐഡിയനെ നമ്മൾ ഇല്യൂഷൻ എന്നുള്ള നമ്മുടെ തീമിന്റെ ഒരു കോർ ഐഡിയയെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം എന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ഈ ലോഗോ പിറന്നിട്ടുള്ളത്. രണ്ടാമത് അതിന്റെ കളർ ഗ്രേഡിയന്റ്. ഈ വർഷം ഗ്രേഡിയന്റ് ആക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ഒരു ഐഡിയയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകൾ ഇഴുകിച്ചേർന്നത് ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ അത് ഒരുമിച്ച് ചേർന്ന് പരസ്പരം ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐഡിയ, അത് ഈ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റിയാലിറ്റി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള റിയാലിറ്റിയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. കാരണം നമുക്ക് ശരി ഏതാണ് തെറ്റേതാണ്, റിയാലിറ്റി ഏതാണ് റിയാലിറ്റി അല്ലാത്തത് ഏതാണ് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാറില്ല. അപ്പോൾ ഈ ഒരു കളറിന്റെ ബൗണ്ടറി എവിടെയാണ്? അതിൽ 8ഓളം കളറുകൾ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഈ 8 കളറുകളും ഒന്നിൽ നിന്ന് മറ്റേത് എവിടെയാണ് തുടങ്ങുന്നത് അവസാനിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പെർഫെക്റ്റ് ഐഡിയ നമുക്ക് ആ ഒരു ഗ്രേഡിയന്റ് നോക്കിയാൽ കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഐഡിയ നമ്മുടെ തീമിനെ നേരിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു കളർ തീമിലേക്ക് എത്തിച്ചേർന്നത്. എങ്ങനെയാണ് ഈ ഒരു ഐഡന്റിറ്റി സിസ്റ്റത്തിന്റെ കൺസിസ്റ്റൻസി നിലനിർത്തുന്നത്? അല്ലെങ്കിൽ ഇത്ര വലിയൊരു പ്രോഗ്രാമിന്റെ വിഷ്വൽ ആസ്പെക്റ്റുകളെ ഏത് തരത്തിലാണ് ഈ ഐഡന്റിറ്റി സമന്വയിപ്പിക്കുന്നത്? ജാമിയ മദീനത്തുൽ നൂറിന്റെ കീഴിൽ ഏകദേശം 50ഓളം സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. അവിടെയൊക്കെയുള്ള റെൻഡിവ്യൂസിന് ഈ വിഷ്വൽ ഐഡന്റിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസൈനുകൾ വരിക. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ 50ഓളം വരുന്ന ക്യാമ്പസുകളിൽ ഡിസൈൻ ലീഡ് ചെയ്യുന്ന എല്ലാവർക്കും ഏത് തരത്തിലാണ് ഈ വിഷ്വൽ ഐഡന്റിറ്റി ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസും മാർഗനിർദ്ദേശങ്ങളും കൊടുക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ തരത്തിൽ ഇത് ഉപയോഗിക്കാം, ഏതൊക്കെ തരത്തിൽ ഇത് ഉപയോഗിക്കരുത്. ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ ഗ്രേഡിയന്റിന്റെ കേസ് പറഞ്ഞു. നമ്മുടെ വിഷ്വൽ ഐഡന്റിറ്റിയിൽ 2 തരത്തിലുള്ള കളർ പാലറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഗ്രേഡിയന്റ് കളർ പാലറ്റ്, അത് നമ്മുടെ പ്രൈമറി കളർ പാലറ്റ് ആണ്. രണ്ടാമത്തത് സെക്കൻഡറി കളർ പാലറ്റ് ആയിട്ട് നമ്മൾ സോളിഡ് കളേഴ്സിന്റെ ഒരു കോമ്പിനേഷനും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഗ്രേഡിയന്റുകളെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞുള്ളന്നില്ല. ഇപ്പൊ മൈന്യൂട്ട് ആയിട്ടുള്ള എലമെന്റുകൾ ഡിസൈൻ ചെയ്യേണ്ട സ്ഥലങ്ങൾ വരാം, അവിടെ നമുക്ക് ഈ ഗ്രേഡിയന്റിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അവിടെയും നമ്മുടെ ഡിസൈൻ സിസ്റ്റത്തിലുള്ള ഒരു കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു സോളിഡ് കളർ പാലറ്റിനെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു തരത്തില് നമ്മൾ ഏതൊക്കെ ഈ വിഷ്വൽ ഐഡന്റിറ്റിയിലുള്ള എവറി സിംഗിൾ എലമെന്റ് ഏത് തരത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് അവർക്ക് കൊടുക്കും. ലോഗോ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കരുത്, കളേഴ്സ് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കരുത്, അതുപോലെ ടൈപ്പോഗ്രഫി ഏതൊക്കെ ഉപയോഗിക്കണം, ഏതൊക്കെ ഉപയോഗിക്കരുത്, അതുപോലെ അതിലൊക്കെ അപ്പുറത്ത് ഈ വരുന്ന ഡിസൈനുകളുടെ ലേഔട്ടും അലൈൻമെന്റും ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതിന് വരെ ഈ ഒരു ഐഡന്റിറ്റി സിസ്റ്റത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. 50 ക്യാമ്പസുകളിലുമുള്ള റെൻഡിവ്യൂസ് മൊത്തം ഒരൊറ്റ വിഷ്വൽ ഐഡന്റിറ്റി. നമുക്ക് ഈ റെൻഡിവ്യൂസ് മൊത്തം കാണുമ്പോൾ, അതിന്റെ എലമെന്റുകളെ മൊത്തം കാണുമ്പോൾ ഈ ഒരു റെൻഡിവ്യൂ സിൽവർ എഡിഷന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും എന്നുള്ള ശൈലിയിലാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഐഡന്റിറ്റി നിർമ്മിച്ചു കഴിയുമ്പോൾ എന്താണ് ഇതുപോലുള്ള പ്രോഗ്രാം നടത്തുന്നവരോടും ഡിസൈനർമാരോടൊക്കെ പറയാനുള്ളത്? ഈ ഒരു റെൻഡിവ്യൂ സിൽവർ എഡിഷന്റെ ഐഡന്റിറ്റി ഡിസൈൻ ചെയ്യാന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിലൂടെ ആ ഒരു പ്രോസസ്സിലൂടെ ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്, എൻ്റെ കുറെ തെറ്റുകൾ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് പ്രധാനമായിട്ടും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഒരു പ്രോജക്റ്റിന് അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമിന് ഡിസൈൻ ചെയ്യുമ്പോൾ വെറും ലോഗോ മാത്രം ഇട്ടിട്ട്
അതിനാൽ ഈ ഒരു പ്രോഗ്രാം ഐഡന്റിഫൈ ചെയ്യപ്പെടും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഒന്ന് മാറിയാലും നന്നാകും. ഒരു പ്രോജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് അതിന്റെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിലുകളെ പോലും അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ സിസ്റ്റം രൂപപ്പെടുത്തുക എന്നുള്ളൊരു ശൈലിയിലേക്ക് മാറിയാൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ സിസ്റ്റത്തെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ പ്രോജക്റ്റുകളെ കോണ്ടെക്സ്റ്റലൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ചെയ്യണം. അഥവാ പ്രോജക്റ്റും നമ്മളുടെ ഡിസൈനും രണ്ട് തരത്തിൽ നിൽക്കുക എന്നുള്ളൊരു സവിശേഷത അതിന് വരാതെ നോക്കണം. അപ്പോൾ അതിനാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തിനെയാണോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതിൻ്റെ വാല്യൂസിനെ, അതിൻ്റെ മോട്ടീവ്സിനെ ഒക്കെ നമ്മൾ എംബോഡി ചെയ്യണം. അതിലൂടെ നമുക്ക് വളരെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആയിരിക്കണം നമ്മൾ ഔട്ട്പുട്ടായിട്ട് നൽകുന്ന വിഷ്വൽ ഐഡന്റിറ്റി. വിഷ്വൽ ഐഡന്റിറ്റിയെ കുറിച്ചും അതിന്റെ പിന്നിലുള്ള പ്രോസസ്സുകളെ കുറിച്ചെല്ലാം അനസ് വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു. ഭാവിയിൽ വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഇതൊരു പ്രചോദനമാകുമെന്ന് ആശിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.